തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളായ വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ദുരിതപ്പെയ്ത്തായിരുന്നു. മത്സ്യബന്ധനത്തിന് പോയവർ അപകടത്തിൽപ്പെട്ടതും രക്ഷാപ്രവർത്തനം വൈകിയതും ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും കാരണമായി. മുതലപ്പൊഴിയിൽ ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ കാണാതായത് 2 പേരെയാണ്. അപകടം നടന്ന് 16 മണിക്കൂർ പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുന്നവർക്കറിയാം, മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുന്നവർക്കറിയാം. എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അവരെ നിയമിച്ചില്ല? നടപടികൾ വൈകിയതോടെ പ്രതിഷേധത്തിന്റെ രൂപം മാറി. വിഴിഞ്ഞത്ത് 5 പേരാണ് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. 4 പേർ രക്ഷപ്പെട്ടപ്പോൾ ഒരാളെ കാണാതായി. കാലാവസ്ഥ പ്രതികൂലമായത് തെരച്ചിലിനും തിരിച്ചടിയായി. അവർ പറഞ്ഞത് നമ്മൾ അറിഞ്ഞത് അത് 4:30 ഇത് പള്ളിയിൽ എന്തിനാ പറഞ്ഞെന്ന് ഇത് ഇങ്ങനെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ 4:30 നമ്മൾ പോയത്. 2-2:15 നമ്മൾ പോയത്. രാവിലെ മന്ത്രി CP ജോൺ സ്ഥലത്തെത്തിയിരുന്നു. റെസ്ക്യൂ ബോട്ടിന്റെ ഇൻഷുറൻസ് തീർന്നതും ഡീസലിന്റെ അപര്യാപ്തതയും നടപടികൾ വൈകിപ്പിച്ചു എന്ന വിമർശനവും ഉയർന്നു. ഇബിജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.